പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ളൊരു കാര്യം, ഈ വർഷം നമ്മൾ ഏകദേശം അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ ഡിസംബറൊക്കെ ആയി. ഇനി അടുത്ത അക്കാഡമിക് ഇയർക്കുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യമായിട്ട് പറയാണ്, നമ്മളുടെ ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ എല്ലാ സെക്ഷൻസിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സുകളാണെന്ന് വെച്ചാൽ, ഈ വർഷം 7ാം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ 8, 9, 10 ക്ലാസ്സുകൾക്കൊപ്പം, അതും CBSE സിലബസിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. CBSE സിലബസിലുള്ള ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റൊരുപാട് കോഴ്സുകൾ, റിസർച്ച് അയക്കാം, അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ്, ഹയർ സ്റ്റഡീസിന് നിങ്ങൾ സയൻസ് മാത്രം ബേസ് ചെയ്തിട്ടല്ല. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും തെറ്റായ ധാരണയാണ് സയൻസ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണോ എന്നുള്ളത്. സയൻസ് മാത്രമല്ല, നമ്മളെ മക്കൾക്ക് ഇനി അങ്ങോട്ട് ഹയർ സ്റ്റഡീസിന് പഠിക്കാനുള്ള ഏത് കോഴ്സിനായാലും അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്ന സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസാണ് നമ്മളുടെ ഹൈസ്കൂൾ സെക്ഷനിൽ ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള കോഴ്സ്. അപ്പം ഇതിലേക്ക് 7ാം ക്ലാസ് പൂർത്തീകരിച്ച കുട്ടികൾക്ക് 8ാം ക്ലാസ്സിലേക്കും, 8ാം ക്ലാസ് പൂർത്തീകരിക്കുന്ന കുട്ടികൾക്ക് 9ാം ക്ലാസ്സിലേക്കുമാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് 10ാം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് +1, +2 സയൻസ് സിലബസോട് കൂടിയ, കേരള സിലബസ് സയൻസ് സിലബസോട് കൂടിയിട്ടുള്ള സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ എൻട്രൻസ് കോച്ചിങ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ഒരു സെക്ഷൻ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം 10ാം ക്ലാസ് പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1ലേക്ക് അഡ്മിഷൻ ഈ ഒരു സ്കീമിൽ നടത്താവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം, സീറ്റ് ഉറപ്പിച്ച് വെക്കാവുന്നതാണ്. മൂന്നാമത്തത്, ഈ വർഷം +2 പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഈ വർഷം +2 പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വേണം എന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ആ സീറ്റിലേക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ മൂന്ന് കോഴ്സിൻ്റെയും പ്രാധാന്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താം. ഒന്നാമത് ഫൗണ്ടേഷൻ. എന്തായിരിക്കും ഈ ഫൗണ്ടേഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുണ്ടാവും? എന്തിനാ 8ാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ്, റിപ്പീറ്റ് 3 വർഷം റിപ്പീറ്റൊക്കെയാണ് ഇപ്പോൾ. അതായത് ഒരു കുട്ടിക്ക് മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരു IIT കിട്ടിയിട്ടില്ല എങ്കിൽ, മെയിനായിട്ട് മെഡിക്കലിനാണ് ഈ ഒരു സംഭവം നടക്കാറുള്ളത്, സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എത്ര വർഷം വേണമെങ്കിലും കുട്ടി അതിൻ്റെ പിറകിൽ ഓടിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരുപാട് നല്ലൊരു കാലഘട്ടം, മക്കളുടെ നല്ലൊരു കാലഘട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് തീർക്കുക എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സംഭവം എങ്ങനെ ഒഴിവാവുക? ഇത് കേരളത്തിൽ എല്ലായിടത്തുള്ള സംഭവമാണോ അതോ നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്നതാണോ? നമ്മൾ നല്ലൊരു നാഷണലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് വാങ്ങുന്ന കുട്ടികൾ. ബാക്കിയുള്ള കുട്ടികളൊന്നും ഇത്രത്തോളം റിപ്പീറ്റിന് വേണ്ടി സമയം ചിലവാക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും കേരളത്തിലുള്ള കുട്ടികളും മറ്റ് നാടുകളിലുള്ള കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം? ആ ഒരു പഠനമാണ് നമ്മളുടെ ഈ ഫൗണ്ടേഷൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് വരാനുള്ളൊരു കാര്യം. നിങ്ങളുടെ മക്കൾ 8, 9, 10 ക്ലാസ്സുകളിൽ തന്നെ നല്ല രീതിയിൽ ആ സിലബസ് പഠിക്കുകയാണെങ്കിൽ +1, +2 പഠിക്കേണ്ട ഒരു 60% പോർഷൻസ് നമ്മൾക്ക് മക്കൾക്ക് 8, 9, 10 ക്ലാസ്സുകൾക്ക് തന്നെ എടുത്തു കൊടുക്കാൻ കഴിയും. നല്ല രീതിയിൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ +1, +2 അവർക്ക് കൂടുതൽ സമയം എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ +2 കഴിയുമ്പോഴേക്കും ആ മക്കൾക്ക് നല്ല രീതിയിലുള്ള നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് 8, 9, 10 ക്ലാസ്സുകൾ വേണ്ടത്ര നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് +1, +2 ഫോക്കസ് ഏരിയ പോലത്തെ ഒരുപാട് സിസ്റ്റങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടി നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ടത്ര സമയം കിട്ടാത്തൊരവസ്ഥ വരെയും അത് റിപ്പീറ്റിൽ കഴിഞ്ഞ് റിപ്പീറ്റിലേക്കും റിപ്പീറ്റിലേക്ക് വരെ അത് നയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു ബേസ് ഉണ്ടാവണം. വർഷം നഷ്ടപ്പെടാതെ പഠന കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, 7ാം ക്ലാസ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, 7ാം ക്ലാസ് എന്നല്ല 5ാം ക്ലാസ് വരെ തുടങ്ങുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 7ാം ക്ലാസ് എന്നെങ്കിൽ നമ്മൾ ഈ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബേസിക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതിന് വേണ്ടിയിട്ട് 2 കോഴ്സുകളാണ് ഹാർവസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 2 സെക്ഷൻസ്, ഫൗണ്ടേഷൻ 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ റെസിഡൻഷ്യലി നമ്മൾ ഹാർവസ്റ്റ് നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഫുള്ള് ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ടാവും, ഒപ്പം തന്നെ ഓഫ്ലൈനായിട്ട് ഡിസ്കഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് ഹാർവസ്റ്റിലെ എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടാവും. ഇനി റെസിഡൻഷ്യൽ സ്കീമിലേക്ക് വരാൻ കഴിയാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ നമ്മുടെ ആപ്പിലൂടെ, ഹാർവസ്റ്റിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ നമുക്ക് ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായേക്കാം, എക്സാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാം ഒരുക്കിക്കൊണ്ട് ഒരു കൃത്യമായ സിലബസോട് കൂടി തന്നെ 8, 9, 10 ക്ലാസ്സുള്ള കുട്ടികൾക്ക് ഓൺലൈൻ സംവിധാനത്തിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടാവുന്നതാണ്. ഈ 2 സംവിധാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഓഫ്ലൈനായിട്ടും പഠിക്കാൻ പറ്റും, ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും
സജസ്റ്റ് ചെയ്യാറുള്ള കാര്യം ഓഫ്ലൈൻ തന്നെയാണ്. കാരണം ടീച്ചേഴ്സിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ രാവിലെ എല്ലാ 24 hours അവരുടെ ജീവിതത്തിലെ 24 hours നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും 7ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഫൗണ്ടേഷൻ കൊടുക്കണം. എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വലിയ ഉയർച്ചയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ടല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും താഴത്തെ ക്ലാസ്സിൽ തൊട്ടാൻ ശ്രദ്ധിക്കണം. അവർ സയൻസ് എന്താണെന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സയൻസിനെ കുറിച്ച് നല്ല രീതിയിലുള്ള കൃത്യമായുള്ള അറിവ് കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു വളരെ രസകരമായ ഒരു പ്രവണത ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുന്ന് ടീച്ചേഴ്സ് പറയും നിങ്ങളത് വലിയ ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറയും. വലിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരോട് പറയും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വേണ്ടത്ര കൺസെപ്റ്റുകളൊന്നും ഇല്ലാതെ മക്കൾ ചെന്ന് എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതിനും മോശം അവസ്ഥയിലേക്കാണ് കുട്ടികൾ പോകാനുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. +2 കഴിഞ്ഞിട്ടല്ല നിങ്ങൾ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. 8ാം ക്ലാസ് മുതൽ തന്നെ കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ട് വേണം നമുക്ക് അവരെ കൊണ്ടുപോകാൻ. അതിന് വേണ്ട ഒരുപാട് പാരൻസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കുട്ടികളെ പഠിപ്പിക്കുകയും കാരണം സയൻസ് കൂടുതൽ അറിയുകയും ചെയ്യാം. നല്ല അറിവുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടത്ര പാരൻസിന് വേണ്ടത്ര നോളജ് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ മക്കളുടെ കാര്യത്തിൽ മക്കൾ പറയണതാണ് ശരി എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട അവസ്ഥ വരും. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഹാർവസ്റ്റിനെ പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം കുട്ടികളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് A to Z കാര്യങ്ങൾ പരമാവധി ഹാർവസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മളുടെ മക്കളെ പോലെ കണ്ടിട്ട് നമ്മളത് ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഇതെല്ലാം CBSE സിലബസിലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ CBSE സിലബസ് മാത്രമല്ല സ്റ്റേറ്റ് സിലബസുള്ള കുട്ടികൾക്കും വേണമെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ അവർക്ക് സ്റ്റേറ്റ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 സിലബസും അവൈലബിൾ ആണ്. കേരള സിലബസും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ CBSE സിലബസും അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ പോലും രണ്ടാൾക്കും വ്യത്യസ്ത സിലബസ് ആയതുകൊണ്ട് അവരുടെ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ഇതിനൊപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും തന്നെ അവർക്ക് ഇതൊരു ഓവർ ബേർഡൻ ആവില്ല. ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കാനുണ്ടല്ലോ അതിൻ്റെ പിന്നെ ഫൗണ്ടേഷൻ കൂടി ലോഡ് കൂടുതലോ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. നമ്മൾ കുട്ടികൾക്ക് അറിവുകൾ മാക്സിമം ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്താലേ ഏറ്റവും ഫൈനൽ പോയിന്റിലെത്തുമ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുന്ന സമയത്ത് അവർക്ക് ആ അറിവുകൾ വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരുപാട് സമയം മക്കളത് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് റെസിഡൻഷ്യൽ സ്കീമിലാണോ നോൺ റെസിഡൻഷ്യൽ സ്കീമിലാണോ? നോൺ റെസിഡൻഷ്യൽ സ്കീമിലാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിൽ തന്നെ കേരള സിലബസ് ആണോ CBSE സിലബസ് ആണോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കോഴ്സാണ്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും റിസർച്ച് സംബന്ധമായുള്ള കോഴ്സുകളുടെയൊക്കെ കോച്ചിങ്ങോട് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കോഴ്സ്. അതാണ് കോച്ചിങ് സ്കൂളിൻ്റെ +1 +2 സിലബസ് എന്ന് പറയുന്നത്. കേരള സിലബസിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. കേരള സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. കേരള ഗവൺമെൻറ് അഫിലിയേറ്റഡ് സ്കൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കേരള സിലബസ് ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പം NCERT നല്ല രീതിയിൽ പഠിപ്പിക്കുക. +1 തൊട്ട് തന്നെ NCERT നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് +1 +2 കഴിയുമ്പോഴേക്കും ഏതെങ്കിലും നല്ലൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സിലൂടെ നല്ല കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ വർഷം 10ാം ക്ലാസ് എക്സാം SSLC എക്സാം എഴുതാൻ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ കോഴ്സിന് വളരെ പരിമിതപ്പെട്ട സീറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഹാർവസ്റ്റിലെ സീറ്റുകളൊക്കെ ഫുള്ളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വർഷം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ താല്പര്യം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും തന്ന് രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് അവരെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സുകളും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഹാർവസ്റ്റിൻ്റെ പേരിൽ നല്ല റിവിഷൻ ക്ലാസ്സുകളും അവർക്ക് പ്ലാൻ ചെയ്യും. അപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയ +1 നമുക്ക് ഒന്നും കൂടി നല്ലൊരു ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിവിഷൻ ക്ലാസ്സുകളും കൂടി നമ്മൾ ഇതിനൊപ്പം തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അടുത്ത വർഷങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹാർവസ്റ്റിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഹാർവസ്റ്റിൽ ബുക്ക് ചെയ്യുന്ന ഫസ്റ്റിലെ 100 കുട്ടികൾക്ക് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ്. ഹാർവസ്റ്റിൽ ബുക്ക് ചെയ്യുന്ന 100 കുട്ടികൾക്ക്, അതായത് 95% മുകളിലുള്ള 100 കുട്ടികൾക്ക് നമ്മൾ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം സൂപ്പർ 75 എന്ന് പറഞ്ഞാൽ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്രാവശ്യം സൂപ്പർ
സൂപ്പർ 100 എന്നുള്ള പേരിലാണ് നമ്മൾ ആ കോഴ്സ് അനൗൺസ് ചെയ്യുന്നത്. ഈ കോഴ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക്കായിട്ട് പഠിക്കാൻ ഒരു രൂപ പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കോഴ്സിൽ നിങ്ങൾക്ക് മാർക്ക് +2 റിസൾട്ട് വരുന്നവരെ +1ൻ്റെ മാർക്കാണ് നമ്മൾ പരിഗണിക്കുക. അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ +2ൻ്റെ മാർക്കായിരിക്കും പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും +1 പബ്ലിക് എക്സാമിൽ 95 ആൻഡ് അബവ് 95% മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് RST ഒരുക്കിയിട്ടുള്ള ഈ സൂപ്പർ 100 എന്ന് പറഞ്ഞ സ്കീമിലുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം, അതായത് റിപ്പീറ്റ് ചെയ്യണം, അടുത്ത വർഷം നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സംഭവത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 100 കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ RSTലെ റിപ്പീറ്റ് എക്സ്പെക്ചർ ഓഫ്ലൈൻ സംവിധാനത്തിലാണ് മുഴുവൻ നടക്കുന്നത്, അല്ലാതെ ഓൺലൈനിൽ ക്ലാസ്സുമായിട്ടുള്ളതല്ല. എന്നാലോ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ അവർക്ക് അക്കാഡമിക്സ് ഒന്നുകൂടി ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടി സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളും ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി നമ്മൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള സംവിധാനമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ ഓഫ്ലൈനിലാണ് എടുക്കുക. അതിനുശേഷം പഠിക്കുന്ന സമയത്ത് അവർക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് RSTൻ്റെ ലേണിംഗ് ആപ്പും കൂടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഈ 3 കോഴ്സുകളാണ് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന സ്ഥലമാണ് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ആ കുട്ടി എന്താവണം, അക്കാഡമിക് ലെവൽ ആ കുട്ടി എവിടെ എത്തണം, ഏത് സെക്ഷൻസ് സെലക്ട് ചെയ്യണം, അവരുടെ കരിയർ എന്താവും എന്നൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട സമയമാണ് 8, 9, 10 അതുപോലെ തന്നെ +1, +2 സമയം എന്ന് പറയുന്നത് ഈ 5 വർഷം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ചിട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കൂടി മെർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരെ ആയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സംഭവിക്കുക 9, 10, +1, +2 ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഒരേ സെക്ഷനിലാണ് കൈകാര്യം ചെയ്യുക. ഇത് 2-3 വർഷം നമുക്ക് RST ഫൗണ്ടേഷൻ തുടങ്ങുന്നതേ തൊട്ട് RST ഫൗണ്ടേഷൻ നമ്മൾ പറയുന്ന ഒരു കാര്യമാണത്. അതിപ്പം ഗവൺമെൻറ് പോലും പ്രാക്ടിക്കലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഏതൊരു രക്ഷിതാവിൻ്റെയും വലിയൊരു ആശങ്കയാണ് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ കാണുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ അവസ്ഥ തന്നെയാണ്. കാരണം മക്കൾ എന്താ പഠിക്കണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള സംവിധാനം തരാം, പക്ഷെ നിങ്ങൾ പഠിക്കൂ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അവർ പഠിക്കുക തന്നെയാണോ, അതല്ല അവർ ഡീവിയേറ്റ് ചെയ്ത് പഠനത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നൊന്നും വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം രക്ഷിതാക്കളും ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്ന ഒരു സംവിധാനമാണ് RSTലുള്ളത്. RST വളരെ സ്ട്രിക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ ഭാവി കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇതുവരെയുള്ള കോഴ്സുകളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒന്നുമല്ലാത്ത ഒരുപാട് കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ഉയർന്ന സ്ഥാനങ്ങൾ എത്താനും നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംവിധാനം പരിചയപ്പെടുത്തുക. നമ്മുടെ മക്കളെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ നമ്മളുടെ ടീച്ചേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ടും നല്ലൊരു സംവിധാനം നല്ലൊരു ഭാവിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കോൺടാക്റ്റ് ചെയ്യുക, RST വിസിറ്റ് ചെയ്യുക. പഠന കാര്യങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നല്ല റിസൾട്ടിലേക്ക് എത്തണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പം ഈ ഒരു കാറ്റഗറി 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളായിക്കോട്ടെ അവരുടെ പഠനം ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നൊരു കോൺഫിഡൻസോട് കൂടി തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മളെ ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി.